നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ആദ്യം സംസാരിക്കുന്നത് പഞ്ചാബ് അതിർത്തിയിലെ കർഷക സമരത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ ഫെബ്രുവരി മുതലെങ്കിലും സമരം വളരെ കാര്യമായി നടക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം ഇപ്പോൾ അത് ശ്രദ്ധയിൽ വരാൻ കാരണം ഒരു 70 വയസ്സുകാരനായ അർബുദ രോഗി കൂടിയായ ഒരു കർഷക നേതാവ് ദിലീപ് വാൾ, അദ്ദേഹം സമരരംഗത്ത് സജീവമായി നിൽക്കുന്നു. സജീവമാവുക എന്ന് വെച്ചാൽ നിരാഹാര സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു. 30 ദിവസത്തോളമായിരിക്കുന്നു. സുപ്രീം കോടതി ഇടപെടൽ നടത്തിയിട്ടും അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. പഞ്ചാബ് സർക്കാരിനെ അടക്കം സുപ്രീം കോടതി നിശിതമായി വിമർശിക്കുന്നത് കാണുന്നു. താങ്ങുവിലയുടെ കാര്യത്തിലടക്കം കൃത്യമായ തീരുമാനവും അല്ലെങ്കിൽ സർക്കാർ നടപടിയും ഉണ്ടാവാതെ സമരത്തിൽ നിന്ന് പിൻവാങ്ങാൻ കഴിയില്ല. കേവലമായ സമവായ ഫോർമുലകളിൽ വിശ്വാസമില്ല എന്നാണ് കർഷകർ പ്രഖ്യാപിക്കുന്നത്. കർഷക സംഘടനകളും അദ്ദേഹത്തിൻ്റെ തീരുമാനം എന്താണോ അത് നടക്കട്ടെ എന്ന നിലപാടിൽ അദ്ദേഹത്തിൻ്റെ സമരത്തിനൊപ്പം നിൽക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ കഴിഞ്ഞ 2-3 സീസണുകളിലായി നടന്ന കർഷക സമരം ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് എന്താണെന്ന് നമുക്കറിയാം. ആദ്യത്തെ കർഷക സമരം കേന്ദ്ര സർക്കാരിനെ പിടിച്ചുലച്ച സമരമാണ്. സർക്കാരിനെ കൊണ്ട് 3 കർഷക ബില്ലുകൾ പിൻവലിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തും വിധത്തിൽ വിജയകരമായ സമരമായിരുന്നു. പിന്നീട് പലകുറിയായി പലതരത്തിൽ പല വലിപ്പത്തിൽ കർഷക സമരങ്ങൾ രാജ്യത്തിൻ്റെ പല മേഖലകളിൽ ആവർത്തിക്കപ്പെടുന്നതും കണ്ടു. ഇപ്പോഴും കർഷകർ അവരുടെ ആത്യന്തികമായ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള സമരം തുടരുകയാണ്. അജിം സാർ, ഞാൻ ചോദിക്കുന്നത് ഈ ഇപ്പോഴത്തെ ഈ കർഷക സമരം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ നിരാഹാരം കൊണ്ട് ഇതിൻ്റെ പ്രത്യേക സ്വഭാവം കൈവന്നിട്ടുണ്ട്. ഈ സമരം എന്തുമാത്രം ഇമ്പാക്റ്റ്ഫുൾ ആകുമെന്നാണ് തോന്നുന്നത്? സർക്കാരിനെ കുറിച്ച്, കേന്ദ്ര സർക്കാരിനെ പ്രത്യേകിച്ചും ഇതിനകത്ത് ഇടപെടാൻ എന്തുമാത്രം ഒരു സമ്മർദ്ദശക്തിയാണ് ഈ സമരത്തിന് പറ്റുന്നുണ്ട്? നമ്മൾ തുടക്കം മുതൽ കാണുന്നത് കർഷക സമരത്തിൻ്റെ ഈ വേവ്, ആ വേവിൽ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷക സംഘടനകളുണ്ടായിരുന്നു. ഹരിയാന, രാജസ്ഥാൻ, UP, പഞ്ചാബ്, ആ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത തരത്തിലുള്ള വ്യത്യസ്ത ധാരകളിലുള്ള കർഷക സംഘടനകളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്നത് പഞ്ചാബിൽ നിന്നുള്ള കർഷക സംഘടനകളാണ് പ്രധാനമായിട്ട് ഇതിലുള്ളത്. അതിലെല്ലാ കർഷക സംഘടനകളുമില്ല, 1-2 സംഘടനകളാണ് അതിൽ പ്രധാനമായിട്ട് അതിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു വലിയ ഒരു അപ്രൈസിങ് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ളൊരു സമരത്തിൽ യഥാർത്ഥത്തിൽ സർക്കാർ പ്രതിസന്ധിയിലായിരുന്നു. കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് ഉണ്ടായത്. UP അസംബ്ലി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പും അതിന് മുമ്പുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇടയ്ക്കുള്ള സമയത്താണല്ലോ സമരം ശക്തി പ്രാപിക്കുന്നത്. അപ്പോൾ അതിലവർ പ്രതിസന്ധിയാവാൻ കാരണം ശരിക്കും BJPയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് ഉള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് ആ സമരം കൂടുതൽ ശക്തമായിട്ട് വന്നത്. കാര്യം പഞ്ചാബിൽ നിന്നുള്ള കർഷകരാണ് അതിന് മുൻനിരയിലുണ്ടായിരുന്നെങ്കിലും. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് പഞ്ചാബ് മാത്രമാണ്. അപ്പോൾ ഈ പഞ്ചാബ് മാത്രമാകുമ്പോഴൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിനെ വളരെ പെട്ടെന്ന് ഒറ്റപ്പെടുത്താനും വളരെ അതിനെ അടിച്ചമർത്താനും സർക്കാരിന് കഴിയും. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ദൃശ്യങ്ങൾ കാണുമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ സമരം ചെയ്യുന്നു, ശംഭു അതിർത്തിയിൽ കർഷകർ തമ്പടിച്ച് നിൽക്കുന്നു എന്നൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെ കൂട്ടം കൂടി വന്നിട്ട് റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെന്ന് വിചാരിക്കുക. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. സർക്കാർ ഹൈവേയിൽ വലിയൊരു ബാരിക്കേഡ് എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് ബാരിക്കേഡ് കെട്ടി അടച്ചേക്കാണ്. അതിൽ ഗതാഗതം പോലും അനുവദിക്കുന്നില്ല. എന്നിട്ട് അവിടെ നമ്മൾ ഈ പട്ടാള ബാരക്കിലേക്ക് കാണുന്ന പോലെ സുരക്ഷാ സേന ഇങ്ങനെ നിലയുറപ്പിച്ചേക്കാണ്. അതായത് ഒരു ട്രാക്ടർ പോലും കടത്തിവിടരുത്, ഒരാൾ പോലും നടന്നു പോലും പോകരുത് എന്നുറപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ അത് ശരിക്കും ആ സമരത്തെ അടിച്ചമർത്തുകയാണ് കേന്ദ്ര സർക്കാർ. അതിശക്തമായ അടിച്ചമർത്തുകയാണ്. അവിടെ തണുപ്പാണ്. നമ്മുടെ റിപ്പോർട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു. 5 ഡിഗ്രി തണുപ്പാണ് അവിടെ ഉള്ളത്. ആ തണുപ്പത്താണ് അവർ അവിടെ തമ്പടിച്ചിട്ടുള്ളതെന്ന് ആലോചിച്ച് നോക്കുക. ഒരു കാര്യത്തിൽ ഈ പഞ്ചാബിൽ നിന്നുള്ള കർഷകരെ സംബന്ധിച്ച് അവരുടെ ഈ സമരവീര്യം, പോരാട്ടവീര്യം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ 4-5 വർഷമായിട്ട്. പക്ഷെ അതിനപ്പുറം അവരെ എത്രമാത്രം അടിച്ചമർത്താൻ കഴിയുമെന്നാണ് കേന്ദ്രം ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഗവേഷണം നടത്തിയിട്ട് പോലും അവർ പിന്മാറാൻ ഒരുക്കമല്ല. അവർ ആ പോരാട്ട വീര്യം അവർ അവസാനിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ മുൻകൈയിലല്ല സമരം എന്നുള്ളതുകൊണ്ടാണ്. ഈ സമരത്തിൽ എവിടെയും രാഷ്ട്രീയ പാർട്ടികളെ അടുപ്പിച്ചിട്ടില്ല. അവർ ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികളൊക്കെയും പിന്തുണയുമായിട്ട് ചെല്ലുന്നുണ്ടെങ്കിൽ പോലും അവരവരുടെ ഡിമാൻഡിൽ മാത്രം ഉറച്ചു നിൽക്കുന്നു. അതിൽ രാഷ്ട്രീയം കൊണ്ടുവന്നാൽ തങ്ങളുടെ സമരം പരാജയപ്പെടുമെന്ന് അവർ കരുതുന്നു. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കക്ഷികളെ അവരടുപ്പിക്കുന്നില്ല. എന്ന് മാത്രമല്ല, ഇപ്പം കർഷക നേതാക്കൾ പലരും ഇന്ത്യ മുന്നണിയെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യ മുന്നണിയുടെ ഈ സമരത്തോടും കർഷകരുടെ ആവശ്യത്തോടുള്ള നിലപാടിനെ അവർ അതിനിശ്ചിതമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സമരത്തിൻ്റെ ഭാവി എന്ന് പറഞ്ഞാൽ മുമ്പുണ്ടായിരുന്ന വിധത്തിൽ ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത കർഷക സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സമരമായി അത് മാറാത്തിടത്തോളം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് അത് വലിയ പ്രതിസന്ധിയല്ല. കാരണം ഇത് പഞ്ചാബിൽ നിന്നുള്ള സമരമാണ്. പഞ്ചാബ് എന്ന സംസ്ഥാനം തന്നെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ BJP മുന്നോട്ട് വയ്ക്കുന്ന ഒരു ദേശീയതയ്ക്കെതിരാണ്. ആ ദേശീയതയ്ക്കെതിരാണെന്ന് ചിലപ്പോൾ നമുക്കറിയാം. ദിൽജിത്ത് ദോസാഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു സിംഗറുണ്ട്. ഹിന്ദിയിലും പഞ്ചാബിലും അദ്ദേഹം ധാരാളം പാട്ടുകൾ പാടുന്നുണ്ട്, കൺസേർട്ടുകൾ നടത്തുന്നുണ്ട്. ലോകം മുഴുവനുള്ള നഗരങ്ങളിൽ അദ്ദേഹത്തിന് കൺസേർട്ട് നടക്കുന്നുണ്ട്. അദ്ദേഹം എവിടെ പാട്ട് പാടാൻ പോയാലും അവിടെ വലിയ തോതിലുള്ള പ്രൊട്ടസ്റ്റ് അദ്ദേഹത്തിന് നേരെ വരുന്നു. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളാണെങ്കിലും ഈ റൈറ്റ് വിങ് എക്കോസിസ്റ്റം അദ്ദേഹത്തെ ആക്രമിക്കുന്ന ഒരു കാഴ്ച കാണാം. അതുപോലും അതെന്തുകൊണ്ടാണ് ദോസാഞ്ചിനെതിരെ അത്തരത്തിലുള്ള പ്രതിഷേധം വരുന്നത് വെച്ചാൽ അദ്ദേഹം പഞ്ചാബിൽ നിന്നുള്ളതാണ്. വേറെ അദ്ദേഹം എന്തെങ്കിലും പഞ്ചാബി ദേശീയത പറയുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. അദ്ദേഹം സാധാരണ ഒരു സിംഗറാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു കോൺട്രവേഴ്സി എന്ന് വെച്ചാൽ
പഞ്ചാബിൻ്റെ സ്പെല്ലിംഗ് എന്താണെന്നുള്ളൊരു തർക്കമായിരുന്നു. എല്ലാവരും PUNJAB എന്ന് ഉപയോഗിക്കും, ഇദ്ദേഹം അത് PANJAB എന്ന് ഉപയോഗിക്കും. അപ്പോൾ അത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് പറഞ്ഞിട്ട് ഇതേ റൈറ്റ് വിംഗേഴ്സ് പോയിട്ട് അദ്ദേഹത്തെ ആക്രമിക്കുക. അപ്പോൾ പറഞ്ഞു പഞ്ചാബിൻ്റെ കൾച്ചറൽ ഐഡൻറ്റിറ്റിയാണത്. പാഞ്ച് ആബ്, അതായത് 5 നദികളുടെ നാട് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് അങ്ങനെ തന്നെ എഴുതണം എന്നാണ് അദ്ദേഹത്തിൻ്റെ വാശി. അപ്പോൾ ഇത് കാണുമ്പോൾ എന്താ വെച്ചാൽ ഈ കർഷക സമരത്തോടുള്ള റൈറ്റ് വിംഗേഴ്സിൻ്റെ അതേ പ്രശ്നം ഈ ദോസാഞ്ചിനോടും കാണിക്കുകയാണ്. അപ്പോൾ പഞ്ചാബ് ഒരു പ്രശ്നമാണ്. അപ്പോൾ ഒരു ഉപദേശീയത മാത്രം ഇങ്ങനെ എന്താണ് കേന്ദ്രത്തിനെതിരെ, വേറെ എവിടെയും നമ്മളങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് കാണുന്നില്ല. അപ്പോൾ കേരളത്തിൽ നിന്നാകട്ടെ തമിഴ്നാടിനാകട്ടെ ഭരണത്തിലിരിക്കുന്ന ഭരണാധികാരികൾ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നതല്ലാതെ ഈ ജനം ഒറ്റക്കെട്ടായി അല്ലെങ്കിൽ ഏതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ത് ചെയ്യുന്നില്ല, ഇങ്ങനെ ഈ പറയുന്ന അതിദേശീയതയ്ക്കെതിരെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ പഞ്ചാബിൽ നിന്ന് അത് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അതുണ്ടാവുന്നു എന്നുള്ളതോടൊപ്പം തന്നെ അത് അടിച്ചമർത്താൻ കേന്ദ്രത്തിന് എളുപ്പവുമാണ്. അതർവൈസ് മറ്റ് UP, രാജസ്ഥാൻ, ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് സമാനമായ പ്രൊട്ടസ്റ്റ് ഉയർന്നു വരാത്തിടത്തോളം കേന്ദ്രത്തിന് അത് വലിയ പ്രതിസന്ധിയല്ല. ദാവൂദ്, ആദ്യത്തേക്ക് കർഷക സമരത്തെ എടുത്താൽ കർഷകരുടെ മാത്രം പ്രശ്നമെന്നതിനപ്പുറത്തേക്ക് രാജ്യത്തിൻ്റെ ഒരു പൊതുവികാരമായി അത് വളർന്നു വരികയും ആ നിലയ്ക്ക് ഒരു സമ്മർദ്ദം രൂപപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പക്ഷേ ഇത് കർഷകരുടെ മാത്രം പ്രശ്നമായി ചുരുക്കുന്നതിൽ സർക്കാർ വിജയിച്ചോ? അല്ല, അതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, കർഷക സമരങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏതാണ്ട് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പല രീതിയിൽ, പല പ്രദേശങ്ങളിൽ, പല സ്വഭാവത്തിൽ. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത് 2021 ഡൽഹി കേന്ദ്രീകരിച്ചാണെന്നുള്ള കർഷക സമരം. ഹരിയാനയിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും പഞ്ചാബിൽ നിന്നൊക്കെ കർഷകർ കൂട്ടത്തോടെ ഡൽഹി വളയുകയായിരുന്നു യഥാർത്ഥം. ഒരു പക്ഷേ നരേന്ദ്രമോദി ആദ്യമായിട്ടായിരിക്കും ഒരു ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് അവതരിപ്പിച്ച ഒരു ബില്ലിൽ നിന്ന് പിൻവാങ്ങുകയാണെന്ന് ടെലിവിഷനിൽ വന്നിട്ട് നാട്ടുകാരോട് പറയുന്ന സംഭവം ഉണ്ടായി. പക്ഷേ ഏതാണ്ട് സമാനമായ സംഭവം മുമ്പ് മഹാരാഷ്ട്രയിൽ ഉണ്ടായിട്ടുണ്ട്. നാസിക്കിൽ നിന്നുള്ള കർഷക മാർച്ച്, മുംബൈയിലേക്കുള്ള കർഷക മാർച്ച് വളരെ ചരിത്ര പ്രസിദ്ധമായിരുന്നു. മഹേന്ദ്ര സിംഗ് ടിക്കായത്തിൻ്റെ നേതൃത്വത്തിലുള്ള കർഷക സമരങ്ങൾ നമ്മുടെ ഉത്തരേന്ത്യയിൽ പല സന്ദർഭങ്ങളായിട്ട് നടക്കാറുണ്ട്. അതിൻ്റെ ഒരു കാരണം വെച്ചാൽ ഈ കർഷക അസംതൃപ്തി എന്നുള്ളത് ഇന്ത്യയിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. കർഷകരുടെ പ്രശ്നങ്ങളെ ശരിയാം വിധം അഡ്രസ്സ് ചെയ്യുന്നതിൽ ഒരു വ്യവസ്ഥ എന്നുള്ള ഒരു ഭരണകൂടം എന്നുള്ളതിൽ, ഞാൻ പറയുന്നത് നരേന്ദ്രമോദിയെന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് ഗവൺമെൻറ്, BJP ഗവൺമെൻറ്റോ, നമ്മുടെ ഭരണകൂടം, ഭരണവർഗം അടിസ്ഥാനപരമായി പരാജയപ്പെടുന്നൊരു ഏരിയയാണ്. നമ്മളിപ്പോൾ എല്ലാവരും പ്രശംസിക്കുന്ന ആൾ, ഇന്ത്യൻ എക്കണോമിയെ റീവൈറ്റലൈസ് ചെയ്ത ആൾ എന്നുള്ള നിലയ്ക്ക് എല്ലാവരും പ്രശംസിക്കുന്ന ആളാണ് മൻമോഹൻ സിംഗ്. മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലത്ത് ഈ കർഷക ആത്മഹത്യ എന്നുള്ളതൊരു ഒരു നിത്യസംഭവമായിരുന്നു. നമ്മുടെ ഹിന്ദുവിൻ്റെ റിപ്പോർട്ടറുണ്ടല്ലോ, റൂറൽ എഡിറ്ററായിരുന്ന സായിനാഥിൻ്റെ ശ്രദ്ധിക്കപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുള്ളത് മൻമോഹൻ സിംഗിൻ്റെ കാലത്താണ്. അപ്പോൾ ഒരു ഇന്ത്യൻ യാഥാർത്ഥ്യമാണത് വലിയ തോതിലുള്ള. നരേന്ദ്രമോദിയുടെ ഇതിൽ വന്നപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർഷകക്ഷേമം എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ അടുപ്പക്കാരായിട്ടുള്ള മുതലാളിമാരെ അവർക്ക് ഗുണമുണ്ടാകുന്ന രീതിയിൽ പുതിയൊരു കർഷക നിയമം കൊണ്ടുവന്നു എന്നുള്ളതാണ് ഒരു സഡൻ പ്രൊവോക്കേഷന് കാരണമായത്. അപ്പോൾ അങ്ങനെ അവർ ഡൽഹി വളയുന്നു. ഒരുപക്ഷെ ഇന്ത്യൻ അനുഭവത്തിലില്ലാത്ത വിധത്തിലുള്ള കർഷക പ്രക്ഷോഭം ഉണ്ടാകുന്നു. ബില്ലുകൾ പിൻവലിക്കുന്നു. അന്ന് നടന്ന ചർച്ചയിൽ അവർ മുന്നോട്ട് വെച്ച ഡിമാൻഡ്സ് ഉണ്ട്, കർഷക സംഘടന മുന്നോട്ട് വെച്ച ഡിമാൻഡ്സ് ഉണ്ട്. 12 ഡിമാൻഡുകളാണ്. അത് അംഗീകരിച്ചില്ല, അത് ഇപ്പോഴും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അതിൽ ഈ 12 ഡിമാൻഡുകൾ അത് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രക്ഷോഭം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് എണ്ണം കൂടുന്നുണ്ട്. എങ്ങനെ കൂടുന്നതെന്ന് വെച്ചാൽ, നേരത്തെ ഉള്ള ഇതിനകത്ത് ലഖീംപൂരി ഇൻസിഡൻറ്റ്, അതിലുള്ള കുറ്റക്കാരെ ശിക്ഷിക്കുക എന്ന് പറയുന്ന ഡിമാൻഡ് ഉണ്ടായിരുന്നില്ല. കാരണം സമരം തുടങ്ങുമ്പോൾ അങ്ങനെ സംഭവമില്ല. ഇപ്പോൾ അതൊരു ഇതായി വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അവർ പുറത്ത് വിട്ട ചാർട്ടർ ഓഫ് ഡിമാൻഡ്സിൽ ഈ ഫെബ്രുവരിയിൽ ഈ ശംഭുവിൽ ഒരു കർഷക നേതാവ് കൊല്ലപ്പെടുന്നുണ്ട് പോലീസ് ആക്ഷനിടെ. അതിന് കോമ്പൻസേഷനും ഈ കുറ്റവാളിയെ ശിക്ഷിക്കുക എന്ന് പറയുന്നതിന് അഡീഷണൽ ഡിമാൻഡ് വന്നിട്ടുണ്ട്. അപ്പോൾ സമരം മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഡിമാൻഡുകളും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ എല്ലാ ഡിമാൻഡുകളും അംഗീകരിക്കപ്പെടുമോ, എല്ലാം യുക്തിസഹമാണോ എന്നൊക്കെ ചോദിച്ചാൽ ഡിബേറ്റബിളാണ്. ഇപ്പോൾ ഈ അവരുടെ പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡാണ് WTOയിൽ നിന്ന് ഇന്ത്യ പിൻവാങ്ങുക എന്നുള്ളത്. കാരണം WTOയിൽ അംഗമായതിന് ശേഷമാണ് നമ്മൾ കർഷകർ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ളത്. അതിൽ നിന്ന് പിൻവാങ്ങുക എന്നുള്ള നോക്കൂ, അത് നരേന്ദ്രമോദി വിചാരിച്ചാലും സാധിക്കുന്ന, ഇപ്പോൾ നാളെ WTO ഒന്ന് പിൻവാങ്ങിക്കളയാം എന്ന് നരേന്ദ്രമോദി വിചാരിക്കുകയാണ്. ഈ കർഷകരൊക്കെ പറയുന്നുണ്ട്. അത് സാധ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് പ്രായോഗികമായൊരു കാര്യമല്ല ഇന്നത്തെ ഒരു ലോകഘടനയിൽ. പക്ഷെ അതേസമയം നമ്മൾ ഇവരുടെ ഒന്നാമത്തെ ഡിമാൻഡ് ഉണ്ടല്ലോ, ഈ MSP എന്ന് പറയുന്നത്, മിനിമം സപ്പോർട്ട് പ്രൈസ്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഞാൻ മുമ്പ് ഔട്ട് ഓഫ് ഫോക്കസ് പറഞ്ഞാണ്, നമ്മുടെ നാട്ടിൽ ഏതൊരാൾക്കും അയാളുടെ പ്രോഡക്റ്റിൻ്റെ വില നിശ്ചയിക്കാനുള്ള അധികാരമുണ്ട്. ഞാനൊരു സോപ്പ് ഉണ്ടാക്കിയാൽ ആ സോപ്പിന് ഇത്ര വിലയാണ് എന്ന് അതിൻ്റെ കവറിൽ ഞാൻ എഴുതി വെക്കുകയാണ്. ആ വിലക്കേ നിഷാദിന് മേടിക്കാൻ പറ്റുള്ളൂ, അല്ലേ?
ഏത് പ്രോഡക്റ്റ് ഏത് പ്രൊഡ്യൂസർക്കും അയാളുടെ പ്രോഡക്റ്റിൻ്റെ വില ഇത്രയാണ് എന്ന് നിശ്ചയിക്കാനുള്ള അധികാരമുണ്ട്. പക്ഷെ നോക്കൂ, നമ്മളുടെ മദർ ഓഫ് ഓൾ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് എന്താണ്? അഗ്രികൾച്ചറൽ പ്രോഡക്ട്സാണ്. അങ്ങനെ നമ്മളിപ്പോൾ വെള്ളിയറമ്പ് അങ്ങാടി പോയിട്ടൊരു പരിപ്പ് വട മേടിക്കാമെന്ന് വിചാരിക്കുക. ആ പരിപ്പ് വട എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മഹാരാഷ്ട്രയിലോ മറ്റുള്ള കർഷകരുണ്ടാക്കിയുള്ള പരിപ്പ്, ആന്ധ്രയിലുള്ള കർഷകരുണ്ടാക്കിയ മുളക്, തമിഴ്നാട്ടിലെ കടല കർഷകരുണ്ടാക്കിയ കടലമാവ്, ഇതെല്ലാം ചേർന്ന് രൂപപ്പെടുന്ന ഒരു സാധനമല്ലേ ഈ പരിപ്പ് വട. ഈ പരിപ്പ് വട ഉണ്ടാക്കുന്ന ആൾക്ക് ഇതിന് ഇത്ര 10 രൂപയാണ് അല്ലെ 12 രൂപയാണെന്ന് വില അയാൾ നിശ്ചയിക്കുന്നു. ആ വിലക്ക് നിഷാദ് മേടിക്കുന്നു. പക്ഷേ ഈ കടല കൃഷി ചെയ്യുന്ന ആളുണ്ടല്ലോ, അയാൾക്ക് എൻ്റെ കടല കിലോയ്ക്ക് ഇത്ര രൂപയ്ക്കാണ് ഞാൻ വിൽക്കുന്നത് എന്ന് തീരുമാനിക്കാൻ പറ്റില്ല നിഷാദെ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ സമയത്തെ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ എന്താണോ, മാർക്കറ്റ് എന്താണോ എനിക്ക് ഇങ്ങോട്ട് തരുന്നത്, അല്ല മാർക്കറ്റ് എന്താണോ ആവശ്യം, ഇത്ര വിലക്ക് നീ തരണം എന്ന് പറഞ്ഞാൽ ആ വിലക്ക് കൊടുക്കുക എന്നുള്ളതല്ലാതെ കർഷകന് വേറൊരു രക്ഷയില്ല. ഇതൊരു അടിസ്ഥാന വ്യത്യാസമാണ്. ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ കർഷകരും മറ്റ് വ്യവസായങ്ങൾ ഏർപ്പെടുന്നവർ നമ്മളൊരു അടിസ്ഥാന വ്യത്യാസം അവിടെ ഉണ്ട്. പക്ഷെ അതേസമയം നമ്മൾ കാണേണ്ടത് കാർഷികോൽപാദനമാണ് മറ്റെല്ലാ ഈ ചെയിൻ ഓഫ് പ്രൊഡക്ഷൻസിന് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ടയർ റബ്ബർ കർഷകരും ഒരു ടയർ വ്യവസായിക്ക് കിട്ടുന്ന പരിഗണന ഒരു റബ്ബർ കർഷകന് കിട്ടുന്നുണ്ടോ? ഇതൊരു പ്രശ്നമാണല്ലോ. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു സങ്കേതമാണ്, ഒരു ഡിവൈസാണ് MSP, മിനിമം സപ്പോർട്ട് പ്രൈസ്, താങ്ങുവില എന്ന് നമ്മൾ പറയും. എന്ന് പറഞ്ഞാൽ എന്ത് മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ ഉണ്ടായാലും വേണ്ടിയില്ല, എൻ്റെ പ്രോഡക്റ്റിന് മിനിമം ഇത്ര പൈസ കിട്ടിയിരിക്കും എന്നൊരു ഉറപ്പ് കർഷകന് ലഭിക്കുകയാണ്. കാരണം നമുക്ക് ഇതിലെ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ അപ്പുറത്ത് നിൽക്കുമ്പോൾ കർഷകനെ സംബന്ധിച്ചിടത്തോളം കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വെള്ളത്തിൻ്റെ ലഭ്യതയുമായി ബന്ധപ്പെട്ട പല ഫ്ലക്ച്വേഷൻസും കർഷകൻ്റെ ഭാഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പ്രവചനാതീതമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രി കൂടിയാണ്. അതിനെല്ലാം ഇത് സമ്പൂർണ്ണമായ പരിഹാരമാണെന്ന് പറയുന്നില്ല. പക്ഷേ കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ്, വലിയൊരു ആത്മവിശ്വാസം നൽകുന്നൊരു ഘടകമാണ് MSP എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ കർഷകർ അവരൊരു പ്രക്ഷോഭത്തിലൂടെ ഡിമാൻഡ് ചെയ്ത് നേടിയെടുക്കേണ്ട ഒരു കാര്യമല്ല. രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെക്കുറിച്ച് ആലോചിക്കുന്ന ഭരണകൂടം സ്വമേധയാ നടപ്പിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഇന്ത്യൻ സമ്പദ്ഘടന എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നല്ലൊരു അളവിൽ ഒരു കാർഷിക സമ്പദ്ഘടന കൂടിയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അങ്ങനെ ഇരിക്കെ MSP എന്ന് പറയുന്ന ഒരു ആവശ്യം അത് നടപ്പിലാക്കാൻ കർഷകരിങ്ങനെ ട്രാക്ടറുമായിട്ട് വന്ന് റോഡരികിൽ ചപ്പാത്തി തിന്നും മാസങ്ങളോളം സമരം ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതാണ് ഇതിലൊരു പ്രശ്നം. ഈ കാർഷികോൽപാദനം ഈ മേഖലയോട് ഞാൻ പറഞ്ഞു മദർ ഓഫ് ഓൾ പ്രൊഡക്ഷൻസ് എന്ന് പറയാവുന്ന ആ മേഖലയോട് ഭരണകൂടം ചരിത്രപരമായിട്ട് തന്നെ സ്വീകരിക്കുന്ന സമീപനത്തിൻ്റെ പ്രശ്നം ഇതിനകത്തുണ്ട്. അപ്പോൾ ആ ഒരു വിഷയമാണ് അവർ വളരെ പ്രധാനമായി മുന്നോട്ട് വെക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം എന്താണ് പഞ്ചാബിലെ കർഷകർ മാത്രമേ സമരം ചെയ്യുന്നുള്ളത് നേരത്തെയുള്ള സമരമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു വോള്യൂം ഇല്ലെന്നൊക്കെ പറയാം. പക്ഷേ ഈ നിശ്ചയമായിട്ട് ഈ സമരം മുന്നോട്ട് പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം അവർ ഉന്നയിക്കുന്ന ഡിമാൻഡുകൾ പലതും പഞ്ചാബിലെ കർഷകരെ മാത്രം ബാധിക്കുന്നതല്ല. പഞ്ചാബിലെ കർഷകരെ സംബന്ധിച്ച് ഈ ദീർഘമായിട്ടുള്ള സമര പാരമ്പര്യം അവർക്കുണ്ട്. നോക്കണം, ഇന്നലത്തെ ബന്ദിൽ ഒരുപക്ഷെ പഞ്ചാബിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത രീതിയിലാണ് ബന്ദ്. ഡസൻ കണക്കിന് ട്രെയിനുകൾ സർക്കാർ തന്നെ നേരത്തെ ക്യാൻസൽ ചെയ്യുന്നു, ട്രെയിൻ സർവീസ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ നിലക്ക് ബഹുജന പിന്തുണ അവിടെയുണ്ട്. അത് നിശ്ചയമായിട്ടും ഹരിയാനയിലും കിഴക്കൻ UPയിലൊക്കെ അതിൻ്റെ പ്രതിഫലനങ്ങളുണ്ടാവും. നമുക്ക് അതിനിടയിൽ തന്നെ ഈ മൻമോഹൻ സിംഗിൻ്റെ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട വിവാദങ്ങളോട് BJP നേതൃത്വം വളരെ പൊടുന്നനെ പ്രതികരിക്കാനുള്ള കാരണം കൂടെ നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ തന്നെ ഈ ഒരു വികാരം സിഖ് കമ്മ്യൂണിറ്റി ഉണ്ടായിരിക്കെ, ഈ ഭരണകൂട വിരുദ്ധ വികാരം ഉണ്ടായിരിക്കെ, ഇതുകൂടെ വരുന്ന അപകടമാണെന്ന് കണ്ടുകൊണ്ടാണ് വളരെ പെട്ടെന്ന് പ്രതികരിക്കാനും അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാനൊക്കെ ശ്രദ്ധിച്ചത്. അപ്പം നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തോറ്റുകൊടുത്ത സമരം, ഏക സമരം എന്ന് പറയുന്നത് കർഷക സമരമാണ്. അതിനെ അത്ര എളുപ്പം മറികടക്കുക ഈ പട്ടാളക്കാരെ വിട്ടതുകൊണ്ട് മാത്രം, CRPFനെ വിട്ടതുകൊണ്ട് മാത്രം അതിന് ഇല്ലാതാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഇപ്പോൾ ഒരു മനുഷ്യനവിടെ നിരാഹാരം കിടക്കുകയാണ്. 35 ദിവസമായി, പ്രായമുള്ള ആളാണ്. മുമ്പ് 2018 ഒരാൾ നിരാഹാരം കിടന്ന് മരിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ, GD അഗർവാൾ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം നിരാഹാരം കിടന്നത് സംഘപരിവാറിൻ്റെ തന്നെ ഇഷ്ടവിഷയമായിട്ടുള്ള ഗംഗാ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട ആവശ്യം മുൻനിർത്തിയാണ്. അദ്ദേഹം 112 ദിവസം നിരാഹാരം കിടന്ന് അവസാനം മരണപ്പെടുകയാണ് ചെയ്തത്. പക്ഷെ അത് വലിയൊരു
വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല. കാരണം അത്ര ജനകീയമായൊരു വിഷയമായിരുന്നില്ല അത്. പക്ഷേ ഇതങ്ങനെയല്ല. ഈ പറയുന്ന ജഗ്ജിത് സിംഗ് ദലേവാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കൈവിട്ടു പോകുന്ന അവസ്ഥ വരും. അതുകൊണ്ട് അതിനെ നിസ്സാരമായി കാണാൻ കഴിയില്ല. രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നോക്കൂ, നമ്മുടെ ജനാധിപത്യത്തെ സജീവമാക്കി നിലനിർത്തുന്നത് സമരങ്ങളാണ്. ജനാധിപത്യത്തെ എപ്പോഴും സജീവമാക്കി നിലനിർത്തുന്ന സമരങ്ങളാണ്. പ്രതിപക്ഷം നിശബ്ദമായ ഇന്ത്യയിൽ ഏറ്റവും ശക്തമായി ഉണ്ടായ 2 ശബ്ദം എന്ന് പറയുന്നത് ഒന്ന് CA വിരുദ്ധ സമരവും കർഷക സമരവുമാണ്. ആ നിലക്ക് നോക്കുക, എന്താ പറയുക, നമ്മൾ ജനാധിപത്യത്തിൻ്റെ പരിപ്രേക്ഷ്യത്തിലൂടെ നോക്കുമ്പം എഗൻ കർഷകർക്ക് എന്ത് നേടുന്നോ ഇല്ലയോ എന്നതിലപ്പുറം ജനാധിപത്യത്തെ സജീവമാക്കി നിർത്തുന്നു എന്നൊരു ഘടകം കൂടെ അതിനകത്തുണ്ട്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിലുണ്ട്. ഒന്നാമത്തേത് കർഷകരുടെ അടിസ്ഥാന മൗലിക പ്രശ്നങ്ങൾ നമ്മുടെ ആവർത്തിച്ചു വരുന്ന ഭരണകൂടങ്ങൾ പരിഗണിക്കുന്നില്ല എന്ന പ്രശ്നമുണ്ട്. രണ്ടാമത്തേത് സമരങ്ങൾ ഒരു ഭരണകൂടം അതിൻ്റെ ഫാസിസ്റ്റ് സ്വഭാവം പ്രകടമാക്കുന്നു, സകല ശബ്ദങ്ങളും അടിച്ചമർത്തുന്നു എന്നൊക്കെയുള്ള ആധി പങ്കുവയ്ക്കപ്പെടുന്ന കാലത്ത് നിരന്തരമായി സമരത്തിൻ്റെ ശബ്ദം ഉയർന്നു കേൾക്കുന്നത് ശുഭകരമാണ് എന്ന പോയിന്റ് കൂടിയാണ്.